ഈ വീടിനെ നമ്മൾ കറക്റ്റ് 9 തിരിക്കുന്നു എന്ന് വെച്ചോ. 9 തിരിച്ചു. അപ്പോൾ വീടിൻ്റെ ഒരു ഫ്ലൈയിങ് സ്റ്റാർ കണക്കുണ്ട്. അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും. വീടിൻ്റെ ഫേസ് ചെയ്യുന്ന ഡിഗ്രി, വീട് പണി കഴിപ്പിച്ച കാലഘട്ടം, ഇത് രണ്ടും കൂടെ എടുത്തിട്ട് വീടിൻ്റെ ഓരോ ദിക്കിലും 2 നമ്പറുകൾ വീതം വരും. ഇതിനെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളാണ് വീടിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിന് ഈ സ്ഥലത്ത് 8 എന്ന് പറയുന്നൊരു നക്ഷത്രം വന്നെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 4-3 എന്ന് പറയുന്നൊരു നക്ഷത്രം വന്നു. ഈ പറയുന്ന എൻട്രൻസിൽ 2-5 എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ വീട് വെച്ച കാലം മുതൽ എത്രയോ കാലം ഈ വീടുണ്ടോ അത്രയും കാലം വരെയും ഇവിടെ ടോട്ടൽ ലോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാതിലിൽ വന്നിരിക്കുന്ന ഈ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പൊളിക്കാൻ പറയുന്നെന്നുണ്ടെങ്കിൽ ഈ എൻട്രൻസിൽ 5 വരുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നമ്മളത് പൊളിക്കാൻ പറയൂ. അല്ലാതെ ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഫെങ്ഷുയിൽ റെമഡി ചെയ്യും. ഇതിനും റെമഡി ഉണ്ട്, പക്ഷേ ഇത് 1 ദിവസത്തെ 2 ദിവസത്തെ 3 ദിവസത്തെ കാര്യമല്ല, ലൈഫ് ടൈമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ പറ്റുമെങ്കിൽ അതിനെ മാറ്റി സ്ഥാപിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും നല്ല നക്ഷത്രം വരുന്ന മറ്റൊരു ഡയറക്ഷനിലേക്ക് അതിനവിടെ മാറ്റി സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്.